നിങ്ങൾ ഇന്നോളം വിശ്വാസ ജീവിതം നയിച്ചില്ലേ? വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി കാണിച്ചതാ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. നിങ്ങളിരിക്കുന്ന എല്ലാവർക്കും തന്നെ എന്തെങ്കിലും ഉണ്ടാവും. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെ പ്രവൃത്തി കാണിക്കാനുണ്ടാവും. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, ബഹുമാനപ്പെട്ട അനീഷ് അച്ഛന്റെ ഒരു കസിൻ സിസ്റ്റർ, ഫസ്റ്റ് കസിൻസ് ആണെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അനീഷച്ചൻ പറഞ്ഞു, ഞങ്ങളൊരു തൃശ്ശൂർ ഭാഗത്തെങ്ങാണ്ട് ഒരു ശുശ്രൂഷയ്ക്ക് പോകുന്ന വഴിക്ക് അനീഷച്ചൻ പറഞ്ഞു, എൻ്റെ ഒരു പെങ്ങളുടെ വീട്ടിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം. അപ്പം ഞാനും ഉണ്ട്, ബഹുമാനപ്പെട്ട കാര്യച്ചനുണ്ട്, കാരിസ്മാൻ്റെ സുപ്പീരിയർ അച്ഛനായ കാര്യച്ചനുണ്ട്, അനീഷച്ചനുണ്ട്. ഞങ്ങൾ 3 പേരും കൂടിയാണ് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്ന വഴിക്ക് അച്ഛൻ പറഞ്ഞു, നമുക്കൊന്ന് എൻ്റെ ഒരു പെങ്ങളുടെ വീട്ടിൽ കയറി പ്രാർത്ഥിക്കാം. ഒരു കുഞ്ഞ്, തീരെ ചെറിയൊരു കുഞ്ഞ്, മാസങ്ങളെത്തിയൊരു കുഞ്ഞ്. അപ്പോൾ ആ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് മാതാപിതാക്കൾക്കൊരാഗ്രഹം എന്ന് പറഞ്ഞ്. അപ്പം അനീഷച്ചൻ്റെ കസിനാണ്, ഫസ്റ്റ് കസിൻസ് ആണ്. അപ്പോൾ ഓക്കെ, അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞിനെ കിട്ടില്ല. കിട്ടിയാൽ തന്നെ ഈ കുഞ്ഞിന് അത്യാവശ്യം വേണ്ടതൊന്നും ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ടാകില്ല. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ പറഞ്ഞു. അനീഷച്ചൻ്റെ ഫാമിലിയാണ്, അവരാണെങ്കിൽ നല്ല പ്രാർത്ഥനയും വിശ്വാസവും ദൈവഭയവും ദൈവകൽപ്പനകളനുസരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമായതുകൊണ്ട് 2 പേരും വലിയ പ്രായമുള്ളവരൊന്നുമല്ല, കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളൊന്നും ആയില്ല. അപ്പോൾ അവർ 2 പേരും കൂടി ഒരു തീരുമാനമെടുത്തു. എന്നിട്ട് ഈ പെങ്കൊച്ച് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച്, കർത്താവ് ഞങ്ങൾക്ക് തരുന്നൊരു കുഞ്ഞ് അത് മാംസപിണ്ഡമാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും. ഈ സഹോദരി പറഞ്ഞു, ദൈവം ഞങ്ങൾക്ക് തരുന്ന കുഞ്ഞ് അത് മാംസപിണ്ഡമാണെങ്കിൽ. ഡോക്ടർ പറഞ്ഞു, അധികം നാൾ ജീവിക്കില്ല. വേണ്ട, അധികം നാൾ ജീവിക്കേണ്ട. ഇപ്പൊ 1 ദിവസമാണ് ആ കുഞ്ഞിനെ ദൈവം തരുന്നതെങ്കിൽ 1 ദിവസം ആ കുഞ്ഞിനെ ഞങ്ങൾ നോക്കും. ഇനിയിപ്പോ കർത്താവിന്റെ കരുണ കൊണ്ട് ഏതാനും നാളുകൾ ദൈവം തന്ന നോക്കും. ഇനി ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നാണെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെന്ത് ചെയ്തു? ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് അബോർഷൻ വേണ്ട, ആ കുഞ്ഞിനെ ഞങ്ങൾ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ആ കുഞ്ഞിനെ സ്വീകരിച്ചു. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ആ കുഞ്ഞിന് ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞിൻ്റെതായതൊന്നും ആ കുഞ്ഞിന്റെ ശരീരത്തിലില്ല. ഒത്തിരിയേറെ ഓപ്പറേഷനുകളും അസ്വസ്ഥതകളൊക്കെ കുഞ്ഞിന് ജനിച്ചു വീണ സമയം മുതൽ ചെയ്യുന്നുണ്ട്. ഏതാനും മാസങ്ങളേ ഉള്ളൂ, തീരെ ചെറുത്, ജീവിക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ശരിയാണ്. അതുപോലെ തന്നെ എനിക്കൊന്ന് 8 or 9 ഞങ്ങൾ പോയി പ്രാർത്ഥിച്ച് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞു മരിച്ചു. പക്ഷേ ഈ മാതാപിതാക്കളെ പോയി കണ്ട സമയത്തും ഈ മാതാപിതാക്കളോട് സംസാരിക്കുന്ന സമയത്തൊക്കെ അവരുടെ മുഖത്തുള്ള ആനന്ദവും സന്തോഷവും അവർ പറഞ്ഞു, അച്ഛാ, ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞ് ജീവിക്കില്ല എന്ന്, ഈ കുഞ്ഞിനെ ജനിക്കാൻ അനുവദിക്കരുത് എന്ന്, ഈ കുഞ്ഞ് ജനിച്ചാൽ തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാകും, കുഞ്ഞിനുണ്ടാകും എന്നൊക്കെ പറഞ്ഞു. ഈ മാതാപിതാക്കൾ പറഞ്ഞെന്നാന്നറിയോ? ഈ സ്ത്രീ പറഞ്ഞെന്നാന്നറിയോ? വലിയ പ്രായമൊന്നുമില്ലാത്ത ആ സ്ത്രീ, ആ പെങ്കൊച്ച് പറഞ്ഞെന്നാന്നറിയോ? ഞങ്ങൾക്ക് കർത്താവ് തന്ന കുഞ്ഞ് അത് എന്ത് കുറവുണ്ടെങ്കിലും ഞങ്ങൾ ആ കുഞ്ഞിനെ സ്വീകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്നും പറഞ്ഞുകൊണ്ട് 10 മാസം ആ കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ച് ഈ പറയുന്ന പോലെ ആ കുഞ്ഞിന് ജന്മം നൽകി. ആ 10 മാസത്തിലധികം ഈ കുഞ്ഞിൻ്റെതായ എല്ലാ രോഗത്തിന്റെ അസ്വസ്ഥതകളുടെ നടുവിലും ഇങ്ങനെ പറയില്ലേ, അവർ പറഞ്ഞു, അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തിന്റെ മാലാഖയാണ് ഈ കുഞ്ഞ് എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ പരിപാലിക്കുന്നത്. ഒരു വിശ്വാസത്തിന്റെ പ്രവൃത്തി നോക്കിക്കേ. ദൈവം അല്ലെ, വചനം പറയുന്ന ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും. വചനം പറയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ, ഇങ്ങനൊരു അനുഭവം വരുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ ആഴപ്പെട്ട ഒരു ദൈവ പൈതലാണെങ്കിൽ ആ ദൈവ പൈതൽ പറയും, ഓക്കെ, ഞാൻ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന്റെ പദ്ധതി അനുസരിച്ച് വ്യാപരിക്കുന്നതാണ്. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി എങ്കിൽ പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിൽ സംഭവിക്കട്ടെ.
ഹല്ലേലൂയ. അങ്ങനെ വിശ്വാസത്തോടെ ജീവിതത്തിന്റെ യാത്രകളില് നമ്മുടെ ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും താല്പര്യങ്ങൾക്കും വിപരീതമായ ജീവിതത്തിൽ കടന്നു വന്ന ദുരനുഭവങ്ങളോട്, രോഗങ്ങളോട്, തകർച്ചകളോട്, പ്രതിസന്ധികളോട്, ഞെരുക്കങ്ങളോട്, കണ്ണുനീരിന്റെ അനുഭവങ്ങളോട്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം ഇതാണെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ ഏറ്റെടുത്ത് ജീവിതം കൊണ്ട് പൂർത്തീകരിച്ച അനുഭവങ്ങളാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തിയുടെ അനുഭവങ്ങൾ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പലതരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് ചില വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ഉണ്ടാകണം, കാണിക്കാൻ. ഞാനിപ്പോഴും ഓർക്കണം, ചില സമയത്തൊക്കെ നമുക്ക് മണ്ടത്തരമെന്ന് തോന്നുന്ന ചില ദൈവിക ഇടപെടലുകളൊക്കെ ഉണ്ടല്ലോ, അത്ഭുതകരമായി വിശ്വസിച്ചേറ്റെടുത്ത് എത്രയോ പേരെ ശുശ്രൂഷയിൽ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുകയാണ്, കാരിസ്മയിൽ ഒരു 4-5 വർഷം മുമ്പ് ജാഗരണ പ്രാർത്ഥനയുടെ സമയത്ത്, രാത്രി ആരാധനയുടെ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു സന്ദേശം നൽകി. 15 വർഷമായിട്ട് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദമ്പതിമാരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. എനിക്ക് ഈ സന്ദേശം കിട്ടിയപ്പോൾ എനിക്ക് തന്നെ പറയാനൊരു ബുദ്ധിമുട്ട്. 15 വർഷമായിട്ട് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദമ്പതിമാരെ കർത്താവ് അനുഗ്രഹിക്കുന്നുവെന്ന്. എന്നാലും കർത്താവ് നൽകിയ സന്ദേശമല്ലേ എന്ന് കരുതി ഞാൻ പറഞ്ഞു, 15 വർഷമായിട്ട് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദമ്പതിമാരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈ ജാഗരണ പ്രാർത്ഥനയുടെ മധ്യേ ഇതുപോലെ രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരനുണ്ടായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ, ഈ മെസ്സേജ് കിട്ടിയപ്പോൾ തന്നെ ഈ സഹോദരന്റെ ശരീരത്തിൽ ഇങ്ങനെ എന്തോ ഒരു അനുഭവം, നമ്മൾ പറയല്ലേ ചിലപ്പോൾ കുളിര് കയറുന്ന അനുഭവം എന്ന് പറയാം, ശരീരത്തിന്റെ ഒരു അനുഭവം ഉണ്ടായി. അനുഭവം ഉണ്ടായപ്പോൾ പുള്ളി എന്ത് ചെയ്തു? അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിലും മെഡിക്കലി ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളൊക്കെ ഉള്ളതുകൊണ്ട് ഇനി ഒരു കുഞ്ഞിനെ, ഒറ്റ കുഞ്ഞേ ഉള്ളൂ, അവന് 15 വയസ്സ് പ്രായമായി. അപ്പോൾ രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി അവർ ആഗ്രഹിക്കാം. 10ാം ക്ലാസ് പഠിക്കുന്ന സമയമാണ്. ഇപ്പോൾ രണ്ടാമതൊരു കുഞ്ഞിന് ആഗ്രഹം ഉണ്ടെങ്കിലും ഭാര്യയുടെ രോഗാവസ്ഥകളുടെ നടുവിൽ അത് അസാധ്യമായി നിൽക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഇങ്ങനെ സന്ദേശം കേൾക്കുന്നത്. ഈ സഹോദരൻ എന്ത് ചെയ്തു? അതങ്ങോട്ട് വിശ്വസിച്ച് ഏറ്റെടുത്തു. ഈ മെസ്സേജ് കിട്ടിയപ്പോൾ തന്നെ വിശ്വസിച്ച് ഏറ്റെടുത്തു. എന്നിട്ട് വീട്ടിൽ ചെന്ന് രാത്രി ഭാര്യയുടെ അടുത്ത് പറഞ്ഞു, എടി, അച്ഛൻ ഇങ്ങനെ പറഞ്ഞ നീ കേട്ടോ? അച്ഛൻ ഒരു മെസ്സേജ് പറഞ്ഞായിരുന്നു, എൻ്റെ ശരീരത്തിൽ അതിൻ്റെ ഒരു അനുഭവം എനിക്ക് കിട്ടി, ഇത് നമ്മളെ കുറിച്ച് പറഞ്ഞതാണെന്ന് പറഞ്ഞു. 2 പേരും കൂടി പറഞ്ഞ വിശ്വസിക്കില്ല, 2 പേരും കൂടി കർത്താവ് പറഞ്ഞത് വിശ്വസിച്ച് അങ്ങോട്ട് ഏറ്റെടുത്തു. 2 പേരും കൂടി വിശ്വസിച്ച് അങ്ങോട്ട് ഏറ്റെടുത്തു. എന്നിട്ട് കർത്താവ് ഒരു തലമുറയെ തന്നു എന്നുള്ള വിശ്വാസത്തോടെ അവർ പോയത്. 1 മാസം കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന സഹോദരൻ കാരിസ്മോനിൽ വന്നിങ്ങനെ കറങ്ങി നടക്കുമോ, ബിജിലച്ചൻ ഉണ്ടോ, ബിജിലച്ചൻ എന്തിനാന്ന് വെച്ചപ്പോൾ പുള്ളിക്ക് അത് പറയാനൊരു ബുദ്ധിമുട്ട്, ബാക്കിയുള്ളവരുടെ മുമ്പിൽ പറയാനൊരു നാണോ ഒരു ബുദ്ധിമുട്ടൊക്കെ. അപ്പോൾ പറഞ്ഞില്ല, ഞാൻ അച്ഛനെ കണ്ടിട്ട് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അങ്ങനെ വൈകിട്ട് വീണ്ടും വന്നു. വൈകിട്ട് വീണ്ടും വന്നിട്ട് പറഞ്ഞു, അച്ഛാ, അച്ഛൻ അന്ന് പറഞ്ഞത് അച്ഛൻ ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഏതായാലും എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, 15 വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത് ഒരു കുഞ്ഞിനെ കർത്താവ് ഞങ്ങൾക്ക് തരുന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. പിന്നെ എന്ത് ചെയ്യണം? അപ്പോസ്തലപ്രവൃത്തികൾ 1:4 കർത്താവ് പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. പിന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞു. അപ്പോസ്തലന്മാര് പരിശുദ്ധ അമ്മയോട് ചേർന്ന് എന്ത് ചെയ്തു? അവര് വിശ്വസിച്ച് കാത്തിരുന്നു. നോക്കണേ, അപ്പോസ്തലന്മാരുടെ പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ആ വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് കാത്തിരിപ്പ. ഹല്ലേലൂയ. ഈ കാത്തിരിപ്പ് ഒരു വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. നമുക്ക് എത്ര പേർക്ക് കാത്തിരിക്കാൻ പറ്റുന്നുണ്ട്? ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്നും, ദൈവം വാക്കു പറഞ്ഞാൽ വാക്കുമാറാത്തവനാണെന്നും, കർത്താവ് തരുമെന്ന് പറഞ്ഞാൽ തരുമെന്നും, അവന്റെ വചനത്തിൽ വിശ്വസിച്ച്, അവന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് കാത്തിരിക്കാൻ, കാത്തിരിപ്പ് വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? അപ്പോസ്തലന്മാർ പരിശുദ്ധ അമ്മയോട് ചേർന്ന് രാവും പകലും രാത്രിയുടെ യാമങ്ങളിലൊക്കെ പ്രാർത്ഥനയിൽ ദൈവത്തെ സ്തുതിച്ച് കാത്തിരിക്കുക. കാണുന്നവർക്കൊക്കെ ഇത് കണ്ടപ്പോ യുവമാർക്ക് എന്നെ വട്ടായെന്ന് തോന്നി കാണും. ആലോചിച്ച് നോക്കിയാൽ. അല്ലെങ്കിൽ കുറെ നാൾ കൂടെ നടന്ന് അവരുടെ ഗുരുവും നാഥനുമായ ഇപ്പൊ രാജ്യം സ്ഥാപിക്കുമെന്ന് പറഞ്ഞ യേശു കുരിശിൽ തറയ്ക്ക് മരിക്കുന്നത് കണ്ടിട്ട് വട്ടായതാണെന്ന് വിചാരിച്ചു കാണും.
അല്ലെ? എല്ലാവരും കൂടി അടച്ചിട്ട് മുറിയിലിരിക്കുക, പുറത്തിറങ്ങുന്നില്ല, ആരെയും കാണുന്നില്ല, ആരെയും ഫേസ് ചെയ്യുന്നില്ല, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ വിശ്വാസം, കർത്താവ് പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കുക, ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ തരും, അന്ത്യത്തോളം നിങ്ങളുടെ കൂടെ നടക്കാൻ പരിശുദ്ധാത്മാവിനെ ഞാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഈ സത്യാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഞാൻ ചെയ്തത്, ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ ഓർമ്മപ്പെടുത്തി തരും. ഞാൻ ചെയ്തതിനേക്കാളും ഉപരി കാര്യങ്ങൾ നിങ്ങളിലൂടെ ഈ പരിശുദ്ധാത്മാവ് ചെയ്യും. ഹല്ലേലൂയ. ഇതവർ വിശ്വസിച്ചു. ഈ പറയുന്ന അപ്പസ്തോലഗണം അവരത് വിശ്വസിച്ചു. പരിശുദ്ധ അമ്മ ഇവരെ ചേർത്ത് നിർത്തി ആ വിശ്വാസത്തിൽ. എന്നിട്ട് വിശ്വാസത്തിന്റെ പ്രവൃത്തിയായി അവർ കാത്തിരുന്നു. 1-2 ദിവസമല്ല, ദിവസങ്ങളോളം അവർ കാത്തിരുന്നു. പെന്തക്കോസ്ത ദിനം സമാഗതമായപ്പോൾ ദൈവം വാഗ്ദാനം ചെയ്തതുപോലെ അഗ്നിനാവുകളുടെ രൂപത്തിൽ സ്വർഗത്തിൽ നിന്നും തീയിറങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയാണ് കാത്തിരിപ്പ്. എന്റെ അച്ഛാ, എത്ര നാളായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് അല്ലേ? കാത്തിരുന്ന് മടുത്തച്ഛ. കാരിസ്മയിലൊക്കെ ഇങ്ങനെ ഒത്തിരി പേര് രാവിലെ മുതൽ വൈകിട്ട് വരെ കൗൺസിലിങ്ങിനും പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്നിട്ട് എൻ്റെ അച്ഛൻ പറയും, ഞങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണ്ടേ? എന്നാ ചേച്ചി, പ്രാർത്ഥിച്ച് മടുത്തച്ഛ. ഓ, പ്രാർത്ഥിച്ച് മടുക്കും അല്ലേ? അതെന്തൊരു പ്രാർത്ഥനയാണ്. ഞാൻ പറഞ്ഞു, സഹോദരി, ചിലപ്പോ ദൈവം ആ പ്രശ്നത്തെ മാറ്റാത്തത് പ്രാർത്ഥിച്ച് പ്രാർത്ഥന കൊണ്ട് സഹോദരിയുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കാനും മടുപ്പ് തോന്നാതെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാനുമായിരിക്കാം. നമുക്കറിയില്ലല്ലോ ദൈവത്തിന്റെ ആലോചന എന്താണെന്ന്, നമുക്കറിയില്ലല്ലോ ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന്. അപ്പൊ കാത്തിരിക്കാൻ നമ്മൾ തയ്യാറാകുന്നിടത്ത് കർത്താവിന്റെ അത്ഭുതകരമായ പ്രവൃത്തി കാണാൻ പറ്റും. കാരണം ഇത് വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയാണ് കാത്തിരിപ്പ്. നിങ്ങൾ 1 പത്രോസ് അതിന്റെ 5-ാം അധ്യായം 6 മുതലുള്ള വചനങ്ങളൊന്ന് വായിച്ചേ. 1 പത്രോസ് അതിന്റെ 5-6 മുതലുള്ള വചനങ്ങൾ. 1 പീറ്റർ. ദൈവത്തിന്റെ, നമുക്കറിയാവുന്ന വചനമാണ്, എല്ലാവർക്കും കൂടി ഒരുമിച്ച് പറഞ്ഞാലോ. ദൈവത്തിന്റെ, അതിനു മുമ്പുള്ള വചനങ്ങൾ വായിക്കാം. 5 മുതൽ. അപ്രകാരം തന്നെ യുവാക്കന്മാരെ നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കും, പരസ്പര വിനയത്തിന്റെ അങ്കി അണിയുവിൻ, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പറയുന്നത് 6-ാമത്തെ വചനം. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് പോരട്ടെ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. വചനം പറയാണ്, എന്തൊരു മനോഹരമായ വചനമാണെന്ന് നോക്കിയാൽ. ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുക. എന്നിട്ട് എങ്ങനെ നിൽക്കണമെന്ന് പറയാണ്, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അതേതാണ് ഈ തക്ക സമയം? ദൈവത്തിന്റെ സമയം, കർത്താവിന്റെ സമയത്ത് കർത്താവ് നമ്മൾ ഉയർത്തും. അതുവരെ കാത്തിരിക്കാൻ പറ്റണം. എത്രയോ പേര് ജീവിതത്തിന്റെ സഹനങ്ങളിലും സങ്കടങ്ങളിലും രോഗങ്ങളിലും അസ്വസ്ഥതകളിലും പരാജയങ്ങളിലും നഷ്ടങ്ങളിലും ഒക്കെ കാത്തിരിക്കുന്നു. എന്റെ കർത്താവ് എനിക്ക് തരും. കഴിഞ്ഞ ദിവസം 15 പ്രാവശ്യം, അതിനകത്ത് 6 പ്രാവശ്യം IELTS ബാക്കി 9 പ്രാവശ്യം കൊണ്ട് OET എഴുതിയൊരു പെങ്കൊച്ചിനെ കണ്ടു. ഞാൻ പറഞ്ഞു, ഇത്രയും നാള് എഴുതി മടുത്ത് കാണുമല്ലേ മനസ്സൊക്കെ, അല്ലെ? മനസ്സ് മടുത്തും ജീവിതം മരവിച്ചൊക്കെ കാണുമല്ലോ അല്ലേ? അപ്പൊ പറഞ്ഞു, ഇല്ലച്ചാ, എനിക്ക് പ്രതീക്ഷയുണ്ട്, കർത്താവ് എനിക്ക് തരും. എന്റെ സമയമായിട്ടില്ല, കർത്താവ് എനിക്ക്. അപ്പൊ ഞാൻ ഇവളോട് സഹതാപം തോന്നിയിട്ട് ഞാൻ അവൾക്ക് വിഷമാകണ്ട, അവളെ ആശ്വസിപ്പിക്കാന്നൊക്കെ വിചാരിച്ച് പറഞ്ഞപ്പോ അവൾ എന്നെ ആശ്വസിപ്പിക്കണം. അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, തക്ക സമയത്ത് കർത്താവ് എനിക്ക് തന്നോളൂ.
അവൾ പറയുന്നുണ്ട്, എൻ്റെ സമയമായിട്ടില്ല അച്ഛാ, എനിക്കുള്ള സമയമാകുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ സമയമാകുമ്പോൾ കർത്താവ് എനിക്ക് തരും. ഞാൻ ഓർക്കുകയാണ്, ഇപ്പോഴും മുംബൈയിൽ നിന്ന് ഒരു പെങ്കൊച്ച് ഇതുപോലെ തന്നെ പരീക്ഷ എഴുതാൻ വേണ്ടി, വിദേശത്ത് പോകാനുള്ള പരീക്ഷ എഴുതാൻ വേണ്ടി കുറച്ച് നാൾ മുംബൈയിൽ ജോലിയൊക്കെ ചെയ്ത് നാട്ടിലേക്ക് വന്നു. ഇപ്പോൾ കുറച്ച് ശമ്പളമൊക്കെ അവളുടെ അക്കൗണ്ടിലുണ്ട്. അത് വെച്ചൊരു 3-4 പ്രാവശ്യമൊക്കെ പരീക്ഷ എഴുതാലോ, 4 പ്രാവശ്യമൊക്കെ എഴുതി എങ്ങനെയെങ്കിലും പാസ്സായി പോകാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവൾ നാട്ടിലേക്ക് വന്ന് പരീക്ഷ എഴുതാൻ തുടങ്ങി. 4 അല്ല 5 അല്ല 6 പ്രാവശ്യം എഴുതിയിട്ടും ഈ പെങ്കൊച്ച് ജയിച്ചില്ല. ഓരോ പ്രാവശ്യവും അവള് എഴുതുന്നതിന് മുമ്പ് വന്നിട്ട് പ്രാർത്ഥന സ്വീകരിക്കും, എന്നിട്ട് പോകും. അപ്പം ആദ്യത്തേക്ക് ഒരു പ്രാവശ്യം പരാജയപ്പെട്ടു, വലിയ സങ്കടമായിരുന്നു. രണ്ടാമതും പരാജയപ്പെട്ടു, അല്പം സങ്കടമൊക്കെ ആയിരുന്നു. പിന്നെ 3, 4, 5 ഒക്കെ വന്ന് പ്രാർത്ഥിച്ച് അവള് വളരെ കൂളായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പം 6ാമത്തെ പ്രാവശ്യം പരാജയപ്പെട്ടതിന് ശേഷം ഇപ്പം കൊച്ചു വന്നിട്ട്, അച്ഛാ ഞാനേ നാളെ മുംബൈക്ക് പോവാം. ഞാൻ ചോദിച്ചാൽ, നീ മുംബൈക്ക് പോകുന്നേ, പരീക്ഷ പാസ്സാകും? ഇല്ല അച്ഛാ, പരീക്ഷ തോറ്റുപോയി, പാസ്സായില്ല. ഞാൻ ചോദിച്ചു, നീ മുംബൈക്ക് തന്നെ? ഞാൻ വീണ്ടും ജോലിക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കയ്യിലുണ്ടാകുന്ന ക്യാഷൊക്കെ തീർന്നു, ഇനിയിപ്പോൾ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ടല്ല എന്ന് കരുതി ഞാൻ ജോലിക്ക് കയറിയിട്ട് ഇപ്പം ഇനി പഠിക്കാനുള്ളത് 5-6 പ്രാവശ്യം പരീക്ഷ എഴുതി പഠിക്കാനുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലായിട്ടുണ്ട്. ഇനി ഞാൻ തന്നെ പേഴ്സണലായിട്ട് പഠിക്കുകയും ജോലി ചെയ്യുകയും അതിനോടൊപ്പം പരീക്ഷ എഴുതാം എന്നുള്ള തീരുമാനത്തോടെ ഞാൻ പോവാം. ആ പെങ്കുച്ച് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ചോദിച്ചു, മോളെ നിനക്ക് വിഷമമാണോ? അപ്പോൾ പറഞ്ഞു, അച്ഛാ എനിക്ക് വന്നപ്പോൾ ആദ്യത്തെ റിസൾട്ട് കിട്ടിയപ്പോൾ എനിക്ക് വലിയ സങ്കടമായിരുന്നു. അത് ഞാനിവിടെ എല്ലാ ശനിയാഴ്ചകളിലും കൺവെൻഷൻ വരുമായിരുന്നു, വചനം കേൾക്കാനായിട്ട് വരുമായിരുന്നു. ഇപ്പോൾ 6 പ്രാവശ്യം പരാജയപ്പെട്ടതിന് ശേഷം ഞാൻ തിരിച്ചു പോകുമ്പോൾ ആ പെങ്കുച്ച് പറഞ്ഞു, 2-2.5 വർഷം മുമ്പ് മുംബൈയിൽ നിന്നും വന്ന ആ പെങ്കൊച്ചല്ല അച്ഛാ ഇപ്പൊ തിരിച്ചു പോകുന്നത്. ഹല്ലേലൂയ. അവള് പറഞ്ഞെന്നാന്നറിയാവോ, എൻ്റെ അച്ഛാ ആദ്യം എനിക്ക് പരാജയം എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടല്ലോ, പരാജയം മാത്രമല്ല, എന്ത് വേദന വന്നാലും, എന്ത് സഹനം വന്നാലും, എന്ത് പ്രശ്നം വന്നാലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അച്ഛാ. അതുകൊണ്ട് ഈ 6 പ്രാവശ്യം പരീക്ഷയിൽ തോറ്റതൊന്നും എന്നെ ആദ്യത്തെ പരീക്ഷ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. പറഞ്ഞു, ഇപ്പോ എനിക്കറിയാം എൻ്റെ സമയത്ത് എൻ്റെ കർത്താവ് എനിക്ക് തരുമെന്ന്. ഇപ്പോ വിശ്വാസത്തിനൊരു പ്രവൃത്തി ഉണ്ടാകണം. എന്നിട്ട് നിങ്ങൾ യാക്കോബിന്റെ ലേഖനത്തിലേക്ക് തിരിച്ചു വാ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്തെ കുറിച്ച് യാക്കോബിൽ എഴുതി വെച്ചിരിക്കുന്ന എന്നാ നോക്കിക്കേ. 2-ാം അധ്യായത്തിലാണ് നമ്മൾ കണ്ടത്. 2-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വരാവോ? യാക്കോബിന്റെ ലേഖനം 19-ാമത്തെ വചനം വായിച്ചേ. ദൈവമേകനാണെന്ന് നീ വിശ്വസിക്കുന്നു, നല്ലത് തന്നെ. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു, അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. കാരണം അത് ദൈവത്തിന്റെ മുമ്പിൽ പിശാചുക്കൾ ഭയന്ന് വിറക്കുകയും ചെയ്യുന്നു. മൂഢനായ മനുഷ്യ, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണെന്ന് നിനക്ക് തെളിയിച്ചു തരേണ്ടതുണ്ടോ? പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണ്. എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ വിശ്വാസത്തിനും പ്രാർത്ഥനയ്ക്ക് അനുസരിച്ചുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാത്തതിന്റെ അടിസ്ഥാന കാരണം വിശ്വാസത്തിന് ചേർന്ന പ്രവൃത്തിയില്ല. പ്രവൃത്തിയിലേക്ക് വരുമ്പോ വിശ്വാസമുണ്ട്, അത് ഇവിടെ നിൽക്കുക. പ്രവൃത്തി വരുമ്പോ വിശ്വാസവും പ്രവൃത്തിയായിട്ട് ഒരു ബന്ധവുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തിരുവനന്തപുരം ഭാഗത്ത് വരുമ്പോൾ കാണുന്ന ഒരു സാധനമാണ്. ഞാൻ കുറെ ധ്യാനങ്ങൾക്ക് ശുശ്രൂഷകൾക്കൊക്കെ വന്നിട്ടുണ്ട്. വീടിന്റെ മുമ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടില്ല? നിങ്ങൾ തിരുവനന്തപുരംകാർ അല്ലായിരിക്കും അല്ലേ? എന്നാ പിന്നെ ഇച്ചിരി കൂടെ മാറി നെയ്യാറ്റിൻകരയ്ക്ക് ഒന്ന് പോയി നോക്കിയാൽ മതി. അവിടെ ധ്യാനിപ്പിക്കാൻ പോയ സമയത്തൊക്കെ പല വീടുകളുടെ മുമ്പിൽ പലതും ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്, പലതും ഇങ്ങനെ. ഞാൻ ചോദിച്ചു, ഇതൊക്കെ എന്തിനാ ഇങ്ങനെ വീടിന്റെ മുമ്പിലൊക്കെ തൂക്കിട്ട? അപ്പൊ അവര് പറഞ്ഞ എന്നാന്നറിയാവോ? എന്നതാ? എന്തോ കണ്ണ് കിട്ടാതിരിക്കാനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, കണ്ണ് കിട്ടുക എന്ന് പറഞ്ഞ കണ്ണ് ഇത് എന്നെ സംഭവം എന്നത് എനിക്ക് പിടുത്തുന്നില്ല. ആരുടെ കണ്ണ? അവരിങ്ങനെ വലിയ വീടല്ലേ അച്ഛാ? അപ്പൊ വലിയ വീടാണ് അതിന്. അപ്പോ അവര് വീട്ടിലേക്ക് നോക്കുമ്പോ വീട് നോക്കാതെ ഈ സാധനത്തിലേക്ക് നോക്കണം. ഓഹോ, അപ്പൊ വീടിന് കണ്ണ് കിട്ടൂല. ഓ, കൊള്ളാലോ. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ വീടിന് അവര് നോക്കിയാൽ ഇപ്പൊ എന്നെ കുഴപ്പം? ഇത്രയും വലിയ വീട് ഉണ്ടാക്കി വെച്ചേക്കുന്നത് എല്ലാവരും കാണാൻ വേണ്ടി കൊണ്ടല്ലോ. ഇപ്പൊ അവര് കണ്ടാൽ എന്നാ കുഴപ്പം?
അയ്യോ അവരങ്ങനെ കണ്ട് ഇനിയിപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാലുണ്ടല്ലോ അച്ഛാ, പിന്നെ പോരട്ടെ. വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ് ഞാൻ പറയുന്നത്, പോരട്ടെ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ദൈവത്തിലാണോ പിശാചിലാണോ വിശ്വാസം? ഒരു ചേച്ചി ഈ കൊറോണ കാലത്ത് എൻ്റെ അടുത്ത്, അപ്പോൾ ഈ കൊറോണയുടെ സമയമാണല്ലോ, അതുകൊണ്ട് ചില സമയത്ത് വികാരിയച്ഛന്മാർ പോലും പുറത്തിറങ്ങുന്നില്ലായിരുന്നു. അപ്പോൾ വീട് വയ്ക്കണമെങ്കിലൊക്കെ പറയും കല്ല് പള്ളിയിലേക്ക് കൊണ്ടുവരെ വെഞ്ചിരിച്ചെന്നൊക്കെ, എന്നിട്ട് നിങ്ങൾ തന്നെ കൊണ്ടുപോയി ഇട്ടോളാൻ പറയുന്നു. കൊറോണ ഒക്കെ നല്ല മൂത്ത് നിൽക്കുന്ന സമയം, പുറത്തൊന്നും ഇറങ്ങാൻ പെർമിഷൻ ഇല്ലാത്ത ആ സമയത്ത്. അപ്പോഴേക്കും ചിലപ്പോൾ ഒരു എക്സംഷനൊക്കെ ഉണ്ടായിരുന്നു, ഏതെങ്കിലും അച്ഛന്മാരെ കിട്ടുമെങ്കിൽ അവരെ വിളിച്ചോളാനും വികാരിയച്ഛന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചേച്ചി കാരിസ്മയിൽ വന്നു. കാരിസ്മയിൽ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛന് ഒന്ന് വരാൻ പറ്റും? അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാ? ഞങ്ങളൊരു വീട് പണിയാൻ പോവാം. ഞാൻ പറഞ്ഞു, നല്ല കാര്യമാണ്, കൊറോണ കാലത്ത് വീടൊക്കെ പണിത് കഴിഞ്ഞാൽ കുഴപ്പമില്ല അച്ഛാ, വീട്ടുകാരൊക്കെ തന്നെയാണ് പണിയൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് മുടങ്ങാതെ പൊക്കോളൂ. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ എപ്പോഴാ വരണ്ടേ? വികാരിയച്ഛൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വികാരിയച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, വികാരിയച്ഛൻ്റെ പെർമിഷൻ കിട്ടി. വികാരിയച്ഛൻ പറഞ്ഞു, ആരെ വേണമെങ്കിലും വിളിച്ചോ, ഏതച്ഛനെ വേണമെങ്കിലും വിളിച്ചോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ എപ്പോൾ വേണമെങ്കിലും വരാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ എപ്പോഴാണ് വരണ്ടേന്ന് ചോദിച്ചു. പറഞ്ഞു, അച്ഛൻ ഒരു 9:30ക്കും 10 മണിക്കും ഇടയ്ക്ക്, 9:30ക്കും 10 മണിക്ക് ഇടയ്ക്ക് വരാമോ? അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു രാവിലത്തെ കുർബാന ഉണ്ടല്ലോ, ലൈവ് മാസമുണ്ട്, 7 മണിക്ക് 6 മണിക്ക് 7 മണിക്കുണ്ട്. അപ്പോൾ 7 മണിക്കലത്തെ കുർബാന കഴിയുമ്പോൾ തന്നെ ഞാൻ അധികം പേരൊന്നുമില്ല, 20 പേരെ അന്ന് ആകെ കൂട്ടാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ വലിയ വെഞ്ചിരിച്ച് കല്ലൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നോളാം. പറഞ്ഞു, ഇല്ല ചെല്ല പറ്റിയല്ല, അത് രാഹുകാലം 9:30 മുതൽ എല്ലാ ദിവസവും പള്ളി വന്നുകൊണ്ടിരുന്ന സാധനമാണെന്ന് ഓർക്കണം കേട്ടോ. പിന്നെ എൻ്റെ കൈപ്പാങ്ങിലല്ലാത്തത് കൊണ്ട് ചേച്ചി രക്ഷപ്പെട്ട്. എൻ്റെ അടുത്ത് പറഞ്ഞാൽ 9:30ക്കും 10 മണിക്കും ഇടയ്ക്ക് അച്ഛൻ വന്നാൽ മതി. എന്തോ രാഹുകാലം അപ്പോഴാന്നാ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചത്, ആരാ പറഞ്ഞേ രാഹുകാലം അപ്പോഴാന്ന്? ആശാരി പറഞ്ഞു, അതാ നല്ല സമയമെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, രാഹു ചേച്ചിയുടെ അമ്മായിയുടെ മോൻ വല്ലതാണോ? ഇനി പുള്ളി വന്നിട്ട് കല്ലിടാൻ പറ്റുള്ളൂ വല്ലതുണ്ടോ? അതാണ് സമയം എന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നവനാണ്. എൻ്റെ യേശു എൻ്റെ കൂടെയുള്ളിടത്തോളം കാലം എനിക്കെല്ലാ സമയവും നല്ലതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നമുക്ക് എല്ലാ സമയവും നല്ലതാണ്. അതുകൊണ്ടല്ലേ നമുക്ക് ചൊവ്വാദോഷം ഇല്ലാത്തേ. നമുക്ക് ആർക്കെങ്കിലും ഈ ദോഷമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? നമുക്ക് ചൊവ്വയും നല്ലതാണ്, വെള്ളിയും നല്ലതാണ്, ശനിയും നല്ലതാണ്, ഞായറും നല്ലതാണ്, തിങ്കളും നല്ലതാണ്, എല്ലാം നല്ലതാണ്. ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ് എന്നാണ് വചനം പറയുന്നത്. അവിടെ നമുക്കിതെല്ലാം നല്ലതാണ്. ഇപ്പൊ ഞാൻ ചേച്ചിയുടെ ചേച്ചി, ഞാൻ ഈ 9:30ക്കും 10 മണിക്കും ഒഴിച്ച് എപ്പോ വേണേലും വരാം. ഞാൻ പറഞ്ഞു, എൻ്റെ വിശ്വാസത്തിന് അത് ചേരുകയല്ല. ഇനിയിപ്പോൾ ഞാൻ വരണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ വേറെ ആരെ വേണമെങ്കിലും വിളിച്ചോ, ഏത് അച്ഛനെ വേണമെങ്കിലും വിളിച്ചോ, എന്നിട്ട് 9:30ക്കും 10 മണിക്കും തന്നെ വെച്ചേക്കാൻ പറഞ്ഞു. ഇല്ല ചാച്ചാ, അച്ഛൻ തന്നെ വരണം, അച്ഛൻ തന്നെ വരണം. എന്നപ്പോൾ ഞാൻ പറഞ്ഞു, വേറൊരു സമയം ഫിക്സ് ചെയ്യും. അച്ഛൻ എപ്പോഴാ സമയം? ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ 9:30ക്കും എന്നല്ല പറഞ്ഞു, ഒരു 8:30 കഴിയുമ്പോൾ അല്ലെങ്കിൽ വരുമ്പോൾ ആ സമയത്ത് ഈ സമയം ഒഴിച്ച് ഏത് സമയത്തും വെച്ചോ. ഞാൻ ചോദിച്ചു, അധികം പേരെ ഒന്ന് വിളിച്ച് പറയണ്ടല്ലോ, 20 പേരല്ലേ ആയുള്ളൂ, അതിനകത്ത് 10 പേര് ഈ ചുറ്റുവട്ടത്തുള്ളവരായിരിക്കും. അവരവിടെ വിളിച്ച് പറഞ്ഞേക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പോകല, അച്ഛാ ഒരു സാധനം കൂടി ഒന്ന് വെഞ്ചിരിച്ച് തരാവോ? ജനത ഒരു ചെറിയൊരു പേപ്പറൊക്കെ എടുത്തിട്ട് ചേച്ചി ഇതൊക്കെ ഇങ്ങനെ തുറന്നിങ്ങോട്ട് തന്ന്, ചെറിയൊരു പേപ്പർ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും അതിനകത്തൊരു കുരിശ്. ഞാൻ ചോദിച്ചു, കുരിശിന് എന്നാ പറ്റി? കുരിശിന് എന്നാ പറ്റിയത്? അപ്പോൾ ചേച്ചി കുരിശിന് എന്നാ പറ്റി? ചേച്ചി കുരിശിന് കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛൻ, എന്നാ പറ്റി? അല്ല, ഈ കുരിശിന്റെ ഈ മൂലയിൽ എന്തോ ചെമ്പും ഈ മൂലയിൽ എന്തോ വെള്ളിയും ഇപ്പുറത്തെ മൂലയിൽ വേറെന്തോ ഇതൊക്കെ ആയിട്ടിരിക്കുന്നത്. അത് വെച്ചത് പഞ്ചലോഹമാണ്. എന്തോ ഇവിടെ ഇല്ല, അത് അവിടെ കോട്ടയത്തുള്ള കാര്യം ഞാൻ പറയുന്നത്, ഈ ഏരിയയിലുള്ള കാര്യമാണ്, ഞങ്ങളുടെ ഏരിയയിലുള്ള. അച്ഛാ ഇത് പഞ്ചലോഹം. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്തിനാണ് ഈ കുരിശയിൽ ഈ പഞ്ചലോഹം വെച്ചേക്കുന്നത്? അയ്യോ, പഞ്ചലോഹം വെച്ചേ വീട് പണിയാവൂ.
ഓഹോ, ഞാൻ അറിഞ്ഞില്ലായിരുന്നു ചേച്ചി. ഞാൻ പറഞ്ഞു, അപ്പോഴേക്കും അവിടെ ഓഫീസിലായിരുന്നു, ഞാൻ ആ പുറകിലിരുന്ന ഒരു ബൈബിൾ ഇതുപോലെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്കിതേക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാത്ത ആളാണ്, ഞാൻ 10-40 വയസ്സ് പ്രായമുള്ള ഒരു പാവപ്പെട്ട പയ്യനാണ്, ചേച്ചി ഇതിനകത്ത് എവിടെയെങ്കിലും ഈ പഞ്ചലോഹം വെച്ചിട്ട് വീട് പണിയാവോന്നൊന്ന് കാണിച്ചു തരാമോ? അത് എനിക്കറിഞ്ഞൂടച്ചാ, അവര് തന്നതാണ് ഈ സാധനം. 750 രൂപ അങ്ങോട്ടും കൊടുത്തുണ്ടാക്കിയതാണ് ഈ ഐറ്റം. എല്ലാത്തിൻ്റെ ഒരു 4-5 ലോഹം കുരിശിന്റെ 4 മൂലം വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാവോ? വീട് പണിയുമ്പോ അതിന്റെ അടിത്തറയിലിടാൻ. ഇവിടെ എവിടെയാ വിശ്വാസത്തിന്റെ പ്രവൃത്തി ഇരിക്കുന്നത്? പഞ്ചലോഹത്തിലാണോ ആ സാധനത്തിന്റെ വിശ്വാസം, അത് കർത്താവിലാണോ? പറ, ഇനി മിണ്ടുകയല്ലോ ഒരാഴ്ചത്തേക്ക്. നമുക്ക് വിശ്വാസമുണ്ട്, വിശ്വാസം കൃത്യമായിട്ട് അവിടെ നിൽക്കും. പ്രവൃത്തികളിലേക്ക് വരുമ്പോ ഇതൊന്നും ഉണ്ടാകുകയില്ല. വിശ്വാസം വേറെ, പ്രവൃത്തി വേറെ പറ്റില്ല. വിശ്വാസത്തിന്റെ പ്രവൃത്തി വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എനിക്ക് വേണ്ടി, എന്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയുടെ നെറുകയിൽ 3 ആണികളിൽ പിടഞ്ഞു മരിച്ച് അവസാന തുള്ളി രക്തവും എന്റെ പാപത്തിന്റെ വിമോചനത്തിനും വീണ്ടെടുപ്പിനുമായി ചിന്തിയെന്നും അങ്ങനെ നഷ്ടപ്പെട്ടു പോയ സ്വർഗം എനിക്കായി തുറന്നു തന്നുവെന്നും വിശ്വസിക്കുന്നവൻ ആ വിശ്വാസത്തിന് ചേർന്ന പ്രവൃത്തി, ആ വിശ്വാസത്തിന് ചേർന്ന പ്രവൃത്തി ജീവിതത്തിലുണ്ടാകണം. ഹല്ലേലൂയ. ഇത് രണ്ട് ചേരാതെ പോകുന്നതുകൊണ്ടാണ് നമ്മൾ കുറെ പ്രാർത്ഥിക്കോ, നിലവിളിക്കോ, സ്തുതിക്കോ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അനുഗ്രഹങ്ങളുടെ തലങ്ങൾ വരുമ്പോ പല ജീവിതങ്ങളും വർഷങ്ങളായിട്ട് അനുഗ്രഹിക്കപ്പെടാതെ കിടക്കുക. അതിന് കാരണം എന്താണ്? പിശാച് ഈ മേഖലയിൽ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. വിശ്വാസം ഒരു സ്ഥലത്തുണ്ട്, പക്ഷെ പ്രവൃത്തി വരുമ്പോ വിശ്വാസമായിട്ട് ഒരു ബന്ധമില്ലാത്ത പ്രവൃത്തി. സർവ്വതി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടുകാരെല്ലാവരും ഇരുന്ന് എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ ഇരുന്നുണ്ട് എന്നത് പല്ലി ചലച്ചു എന്നാ അപ്പൊ പറയും. പല്ലി ചലച്ച പിന്നെ പല്ലി മൂത്രമൊഴിക്കാൻ ചലച്ചതായിരിക്കും ചിലപ്പോ. ഇച്ചിരി മാറിയിരിക്കുവാണെങ്കിൽ വായൽ വീഴാതിരിക്കും കേട്ടാ. പല്ലി ചലച്ച സത്യമാണ്. കർത്താവ് പറഞ്ഞതൊന്നും പച്ച കള്ളമായിരിക്കും അപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പല്ലി ചലച്ചതുകൊണ്ടത് സത്യമായി. 2000 വർഷമായിട്ട് സഭ പറഞ്ഞുകൊണ്ടിരിക്കുന്ന യേശുക്രിസ്തുവാകുന്ന നിത്യസത്യത്തെ കുറിച്ച്, മരണമെന്ന മനുഷ്യന്റെ അവസാന ശത്രുവിനെ പോലും കീഴടക്കിയ നിത്യസത്യത്തെ കുറിച്ച്, അവനിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന നിത്യസത്യത്തെ കുറിച്ച് പറയുമ്പോ ചിലപ്പോ അത് ചങ്കി കിട്ടുകയാണ്. ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തലയ്ക്ക് എത്തുക. എന്നിട്ട് പല്ലി ചലച്ചാൽ പറയാം, അയ്യോ അച്ഛാ അത് സത്യമാണ്, അത് സത്യമാണ് കേട്ടോ. അതെന്താ സത്യമായത്? അത് ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരുന്ന പച്ച പല്ലി ചലച്ചായിരുന്നു. ഇപ്പൊ പല്ലിയെ ഓടിക്കാൻ പറ്റുന്ന മരുന്നൊക്കെ കിട്ടും കേട്ടോ. ഒത്തിരി പല്ലികൾ ഉണ്ടെങ്കിലേ മരുന്ന് കൊണ്ടേ വെച്ചാൽ മതി. അതുകൊണ്ട് വിശ്വാസത്തിന് ചേർന്ന പ്രവൃത്തി വേണം. അതുകൊണ്ടാണ് പൗലോസിലെ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുന്നതെന്തും പാപമാണ്. ഈ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുന്നതെന്തും പാപമാണ്. ഈ വിശ്വാസത്തിന് ചേർന്ന പ്രവൃത്തിയും കൂടി ഉള്ളപ്പോ മക്കളെ നമ്മുടെ ജീവിതത്തിന്റെ ഏതു മേഖലയിലും ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തി കാണാൻ പറ്റും. അതുകൊണ്ടാണ് വിശ്വസിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവൃത്തി ജീവിതത്തിലുണ്ടാകണം. പ്രവൃത്തി ജീവിതത്തിലുണ്ടാകും. ഒരു രോഗം വരുമ്പോ, ഒരു സഹനം വരുമ്പോ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോ, ഒരു ബാധ്യത വരുമ്പോ. കഴിഞ്ഞ ധ്യാനത്തിന് ഇന്നലെ ഒരു ധ്യാനം കഴിഞ്ഞേ ഉള്ളൂ. ആ കഴിഞ്ഞത് വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് ധ്യാനം തീരുന്നത്. ഞായറാഴ്ച തുടങ്ങിയാല് ആ ധ്യാനത്തിനുണ്ടായിരുന്ന ഒരു കുടുംബം, അവരുടെ വന്നപ്പോ ജപ്തി നോട്ടീസ് വീട്ടിൽ വന്നതാ. ജപ്തി നോട്ടീസ് വീട്ടിൽ വന്നിട്ട് അത് വായിച്ചിട്ടാ ഇവര് ധ്യാനത്തിന് വരുന്ന ഒരു കുടുംബം വരുന്നത്. ജപ്തി നോട്ടീസ് വീട്ടുമുറ്റത്ത് വന്നത്, അതും വായിച്ചിട്ടൊക്കെയാണ്. തലേ ശനിയാഴ്ച വന്നു, അത് കിട്ടി. ഞായറാഴ്ചയാണ് ഇവര് ധ്യാനത്തിന് വരുന്നത്. കുടുംബത്തെ കണ്ടപ്പോൾ ആ സഹോദരൻ പറഞ്ഞ, അച്ഛാ ജപ്തി നോട്ടീസ്, അതായത് വീട് ജപ്തി ചെയ്യാൻ പോവാ, ഞാനും ഭാര്യയും ഞങ്ങളുടെ ഈ കുഞ്ഞുങ്ങളുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണം. പുള്ളി പറഞ്ഞാന്നറിയാം, അച്ഛാ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ കടന്നു പോയാലും കൂടെയുണ്ടാകുമെന്ന് പറഞ്ഞ ദൈവമുണ്ടല്ലോ, ആ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നത് കർത്താവ് ഞങ്ങളെ കരുതും. ഇന്നോളമുള്ള ഞങ്ങളുടെ അനുഭവം അതാണ്.
ഇതിനു മുമ്പ് 2 വർഷം മുമ്പ് ജപ്തിക്ക് വന്നപ്പോ എന്തോ 1,10,10,000 സംതിങ് അങ്ങാണ്ടും അതിന്റെ ഇൻട്രസ്റ്റ് അങ്ങനെ ഏതാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ജപ്തി നീട്ടി കിട്ടും. അങ്ങനെ എന്തോ 1 രൂപയിലാകില്ല, 1 രൂപ, 1 രൂപയില്ലാത്ത സമയത്ത് ജപ്തി വന്നോട്ടെ, വേറെ അടയ്ക്കാനുള്ള വേറെ വകുപ്പൊന്നുമില്ല, അത് സ്വീകരിച്ചിട്ട് എങ്ങോട്ടെങ്കിലും വാടക വീട്ടിലേക്ക് ഇറങ്ങാം എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവത്തെ വിളിക്കുമായിരുന്നു. ഇതിന്റെ പേരിൽ നിരാശപ്പെട്ടിട്ടൊന്നുമില്ല, പ്രതീക്ഷ നഷ്ടപ്പെട്ട അനുഭവമൊന്നുമില്ല. കർത്താവ് കരുതിക്കൊള്ളൂ എന്നുള്ള വിശ്വാസത്തിന്റെ പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോയി. എന്നിട്ട് ഈശ്വരൻ പറഞ്ഞിട്ട്, അച്ഛാ ഈ ജപ്തി നോട്ടീസിന്റെ കാര്യങ്ങളൊക്കെ വന്നു, അതിന്റെ ഡ്യൂ ഡേറ്റ്, അതായത് നാളെ അവർ വന്ന് സീൽ ചെയ്യുമെങ്കിൽ തലേ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്, അതായത് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചത്, വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടി. ഇങ്ങനെ സംസാരിച്ച് പിടിച്ചു വന്നപ്പോൾ ഈ പുള്ളിയുടെ വിഷമമൊക്കെ പറഞ്ഞു. എത്രയാവും ചോദിച്ചു, പറഞ്ഞു 1,00,000 സംതിങ് ആവും എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട, എൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്, ഞാൻ തന്നേക്കാം, പിന്നീട് എപ്പോഴെങ്കിലും നിനക്ക് കാശ് കിട്ടുമ്പോൾ തന്നാൽ മതി, ഇപ്പൊ ജപ്തി അങ്ങോട്ട് ഒഴിവാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 2 വർഷം മുമ്പ് ഇതുപോലുള്ള അനുഭവത്തിൽ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ കൈപിടിച്ചതാണ്. അതുകൊണ്ട് ഈ അനുഭവത്തിലും ദൈവം ഞങ്ങളെ കൈപിടിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഇനിയിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാലും കർത്താവ് ഞങ്ങളെ കൈവിടില്ല. ഹല്ലേലൂയ. ഇവിടെ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലും കൈവിടാത്ത ഒരു ദൈവമുണ്ടെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞവനിലുള്ള വിശ്വാസമുണ്ട്, വിശ്വാസത്തിന്റെ പ്രവൃത്തിയുണ്ട്. അതുകൊണ്ട് എന്താ, ഇവർക്ക് നിരാശയില്ല. വിശ്വാസത്തിന്റെ പ്രവൃത്തിയുള്ള ജീവിതങ്ങളിൽ നിരാശയുണ്ടാകില്ല, സങ്കടമില്ല, അമിത സങ്കടങ്ങളില്ല, അമിതമായ ദുഃഖത്തിലേക്ക് പോകില്ല, ആത്മഹത്യയെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കില്ല. ഹല്ലേലൂയ. ആത്മഹത്യയെ കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിക്കില്ല, അങ്ങനെ ചിന്ത പോലും തലയ്ക്കകത്ത് വരില്ല. ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു ആത്മാവിന് ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം എന്താ, എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്. ഇപ്പോ അങ്ങനെ ഒരു ചിന്ത വരാൻ തന്നെ ഒരു കാരണം, ആരും എൻ്റെ കൂടെയില്ല, ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ആരുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു, ഒന്നുമില്ല, പരാജയപ്പെട്ടു, പ്രതീക്ഷിച്ചത് സ്വപ്നം കണ്ടതൊന്നും എനിക്ക് കയ്യെത്തി പിടിക്കാൻ പറ്റില്ല, എൻ്റെ ആഗ്രഹങ്ങളൊന്നും സഫലീകരിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളിൽ നിന്നുണ്ടാകുന്ന തിക്താനുഭവങ്ങൾ, ഞെരുക്കങ്ങൾ, ഇതിൻ്റെ ഒക്കെ നടുവിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിശാച് ആ ബലഹീനതയുടെ നിമിഷങ്ങളിൽ ഒരുവന്റെ ആത്മാവിലേക്ക് കോറിയിടുന്ന പിശാചിന്റെ സ്വരമാണ്, ദുർവചനമാണ്. എന്നാ പിന്നെ നീ ചത്തോ, നീ എന്തിനാ ജീവിച്ചിരിക്കുന്നത്, നിന്നെ ആർക്ക് വേണം, നീ എന്തിനാ ജീവിക്കുന്നത്, നീ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്, നീ എന്തിനാ ഇത്രയും. ഹല്ലേലൂയ. ഇതിനെയാണ്, ഈ സ്വരത്തെയാണ് കർത്താവിലുള്ള വിശ്വാസത്തിൽ ഒരു ദൈവവൈതൽ എതിർക്കുന്നത്. ഒരു വിശ്വാസം തന്നെ, എന്റെ കർത്താവ് മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലും അന്ത്യത്തോളവും എന്റെ കൂടെയുണ്ടാകുമെന്ന് പറഞ്ഞ എന്റെ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണതുകൊണ്ട് അവനിൽ ഞാൻ വിശ്വസിക്കുന്നു, വചനത്തിൽ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ് പ്രത്യാശയോടെ നിരാശയില്ലാതെ ജീവിക്കുക എന്നുള്ളത്.